ഞാൻ പാടില്ല ഉണ്ണി. ഞാൻ ഇനി മേക്കായിട്ട് വരാട്ടോ. എന്റെ സർവേശ്വര, ഞാൻ നിന്നെ ശരിക്കും അന്ധവിശ്വാസിയായി മാറി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുണ്ടാവും എന്റെയൊക്കെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴല്ലോ അമ്പലത്തിൽ വരും എന്നല്ലാണ്ട് സ്ഥിരമായ ഒരു കാര്യം ഞാൻ ചെയ്യാറേ ഇല്ല. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, കൃത്യത എന്ന് പറഞ്ഞ കാര്യം എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുണ്ടേക്കോട് അമ്പലത്തിലെ 30 വ്യാഴം എന്നുള്ള ദിവസം. എനിക്ക് പറ്റാത്ത അന്ന് മാത്രം ഞാൻ അമ്പലത്തിലേക്ക് വരാണ്ടിരിക്കും, അല്ലെങ്കിൽ ഒന്ന് വണ്ടി വന്ന് തൊഴുത് പോകട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു പൊറുതിയേടാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും എന്റെ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ആരാ, ഈ അമ്പലത്തിൽ ഏതാ പ്രതിഷ്ഠ എന്നൊന്നും അറിയൂല അല്ലെ. എന്റെ പേര് രശ്മി എന്നാണ്. ഇത് വന്നിട്ട് മുണ്ടേക്കോട് മഹാവിഷ്ണു ക്ഷേത്രമാണ്. അപ്പൊ എന്റെ ഭഗവാന്റെ അടുത്ത് നിന്നതാ തൊഴുവാണ്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്റെ ഭഗവാനോട് ആദ്യം നന്ദി പറയൂട്ടോ. നമുക്കൊക്കെ മനസ്സിലാഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാവൂലേ, നമ്മൾ അതിനു വേണ്ടി ആക്ഷനും എടുക്കും. എന്നാൽ അത് നടക്കാനുള്ള ഒരു ആത്മവിശ്വാസം തരാൻ അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സർവേശ്വരനെ ആകുള്ളൂ. കുട്ടികളെ പായസം. അപ്പൊ ഇന്ന് 30 വ്യാഴാണ് കേട്ടോ നമ്മുടെ മുണ്ടേക്കോട് ക്ഷേത്രത്തില്. അപ്പൊ നമ്മള് വന്നു, തൊഴുതു. പ്രസാദം കുടിക്കട്ടെ എന്ന് ചോദിക്കുന്നത്. നല്ല പാൽപ്പായസം, നല്ല സ്വാദാണ്. എനിക്ക് തന്നെ ചിരിക്കണില്ല. പിന്നെ പോന്ന് നിൽക്കുമല്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ. മുണ്ടേക്കോട് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ചുറ്റുപാടൊക്കെ കാണാനായിട്ട് കണ്ടില്ലേ. പായസം കുടിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല, കുടിക്കത് ചെയ്യാൻ പാടില്ല, കുടിക്കണ്ട. കൈ തുടച്ചോ, നമ്മുടെ സാരി തുടച്ചോ. അങ്ങനെയും ചെയ്യാൻ പാടില്ല ഉണ്ണി. പിടിക്കുണ്ണി, ഒരു മണിക്കൂർ കുടിക്കട്ടെ ഉണ്ണി. എന്തൊരു സ്വാദല്ലേ. കാര്യസാധ്യ വഴിപാട് കഴിക്കുമ്പോഴേ കിട്ടുന്ന പ്രസാദമാണ് ഈ പാൽപ്പായസം കേട്ടോ. പായസം പകുതി കേട്ടോ, അവിടെ എത്തുമ്പോഴേക്കും ഉണ്ടാവുമോ എന്താ വെച്ചാൽ ഓനും ചെറിയിക്കണില്ല, എക്കും ചെറിയിക്കണില്ല. അത്ര സ്വാദില്ല നല്ല പാൽപ്പായസമാണ് ഞങ്ങളുടെ മുണ്ടേക്കോട് ക്ഷേത്രത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് തൊഴാത്തവരൊക്കെ വന്ന് തൊഴു. ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്കെല്ലാം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ എന്ന് മുതലാണോ ഈ ഒരു മുണ്ടേക്കോട് ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങിയ അന്ന് മുതലാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാനും, അതുപോലെ എന്തോ മൊത്തത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ സന്തോഷമൊക്കെ ഉള്ള പോലെ, വീട്ടിലെ കുറേയേറെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടായ പോലെ, എല്ലാത്തിനും സർവേശ്വരൻ്റെ അനുഗ്രഹമാണ്, നമ്മുടെ മുണ്ടേക്കോട് അപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ്. എനിക്കത് പൂർണ്ണ വിശ്വാസമാണ്. കണ്ടോ, ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റാണ് ഇത്. വന്നിട്ട് എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ നിന്ന് വന്നതാണ്. ഇതിനേക്കാൾ ചെറിയ സൈസും വേറെ നിറവ്യത്യാസമുള്ള ലോക്കറ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ലോക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ നമ്പർ തരാം. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് നമ്മൾ അയച്ചു തരണമായിരിക്കും. എല്ലാവരും പറയില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന്, അത് വളരെ സത്യമാണ്. കാരണം ഈ ഒരു ക്ഷേത്രം ഇവിടെ എത്രയോ കാലം മുന്നേ ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എക്കണ്ട കാലം ഈ ചെറുപ്പശ്ശേരിയിൽ ജീവിച്ചു. പക്ഷേ എനിക്കിവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ അതാ പറയുന്നത്, നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ ഒരു സമയമായി കഴിഞ്ഞാലാണ് എന്താ പറയുക, നമ്മൾ എത്തേണ്ടോടത്തൊക്കെ എത്തൂ. നമ്മൾ ആ ഒരു ട്രാക്ക് കയറും. ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ട്രാക്ക് കയറണമെങ്കിൽ നമുക്ക് സർവേശ്വരൻ്റെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ. അതിപ്പോൾ നമ്മൾ ഹിന്ദു മതത്തിലുള്ളവർ ദൈവങ്ങൾ, അമ്പലങ്ങൾ ഈ ഒരു വിശ്വാസത്തിലാണെങ്കിൽ, മുസ്ലിംസ് അങ്ങനെ, ക്രിസ്ത്യൻസ് അങ്ങനെ, അവരുടെ ഏത് മതത്തിലായാലും ഒരു വിശ്വാസത്തിലിരിക്കുക. നമുക്ക് എന്താ പറയുക, മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാൻ ഒരു യൂണിവേഴ്സ് അത് നിർബന്ധമാണ്. ആ ഒരു യൂണിവേഴ്സിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ഏരിയാസിലും നമുക്ക് സക്സസ് ആവാൻ പറ്റും. നമുക്കിപ്പോൾ സാമ്പത്തികമായ ഏരിയയിൽ മാത്രമല്ലല്ലോ സക്സസ് ആവേണ്ടത്. കരിയർ, ഫാമിലി, അതാ ഏറ്റവും പ്രധാനം അല്ലേ. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ മക്കൾ നമ്മളോട് നന്നായിട്ട് പെരുമാറുകയും നല്ല രീതിയിൽ പഠിക്കുകയും ഒക്കെ ചെയ്യണം. നമ്മൾ പോസിറ്റീവായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഈ ഏരിയാസിലൊക്കെ
നമ്മൾ ഫുൾ സക്സസ് ആവണമെങ്കിൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക, അവനവൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ മുണ്ടേക്കോട് ക്ഷേത്രം കഴിഞ്ഞ് നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. മുന്നേ ഞാൻ ചെയ്ത ഒരു വീഡിയോയിലും ഇതുപോലെ റോട്ടിക്കോടെ എന്ന് നടന്ന് ഇത്രയും നേരം സംസാരിക്കില്ല, ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പിന്നെ ഓൺ വോയിസ് കൊടുക്കല. എന്നുവെച്ചാ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു ആത്മവിശ്വാസം ഒന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ അതെല്ലാം എനിക്കിപ്പോ ക്ലിയർ ആയിട്ടുണ്ട്. ആരുണ്ടെങ്കിലും ആര് നോക്കിയാലും ഒന്നും പ്രശ്നമില്ലാണ്ട് എനിക്ക് ഞാൻ എന്താണോ അങ്ങനെ നിൽക്കാനും അങ്ങനെ വീഡിയോ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ധൈര്യം കിട്ടുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്ന് വന്നിട്ട് എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൊളാബ് വർക്കാണ്. അപ്പോൾ ഓല് പറയണ സമയത്ത് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഉച്ചാമ്പത്തേക്ക് പണിയൊന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്തു അന്ന് ബിരിയാണി മേടിക്കാന്ന്. എനിക്കറിയാലോ എന്റെ വീഡിയോഗ്രാഫറൊക്കെ മക്കൾ തന്നെയാണെന്ന്. അപ്പൊ അവർക്ക് കൂലി ഇതാ ഈ തരത്തിൽ കൊടുത്താൽ മതി കേട്ടോ, പിന്നെ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ ഓരോ ഒക്കെയാണ്. അപ്പൊ ഇപ്പൊ 2-3 ദിവസമായിട്ട് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞാണ് അമ്മ മന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ വേണം, എന്നാ ഇന്ന് അതെല്ലാം അങ്ങ് തീരട്ടെ എന്ന് ഓർത്ത് അങ്ങനെ നമ്മളിന്ന് ബിരിയാണിയാണ് ഉച്ചാമ്പത്തേക്ക് കഴിച്ചത്. ഏട്ടൻ കുറച്ച് വൈകിയാ വന്നേ. ഏട്ടനുള്ളത് മാറ്റി വെച്ചു. പിങ്കൂസിനുള്ളത് അങ്ങനെ അങ്ങോട്ട് കൈയോടെ കൊണ്ടുകൊടുക്കുകയും ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ദിവസം ഞാൻ വളരെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നേ. ഒരു 4:45 എണീറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വെള്ളം ഉണ്ടായിരുന്നില്ല ഉള്ളിൽ വെക്കാനൊന്നും ആയിട്ട്. പിന്നെ ഏട്ടന് ഉണ്ണിയോളെ നീപ്പിക്കേണ്ട ഓർത്തിട്ട് പിന്നെ ഞാൻ ഉള്ളത്തെ പണികളൊക്കെ എടുത്ത് ബാക്കി എഡിറ്റ് ചെയ്യാനിരുന്നു. അങ്ങനെയാണ് അരി എടുപ്പത്തിട്ടുള്ള വഴുകിയത്. പിന്നെ അമ്പലത്തിൽ പോയി വന്നിട്ട് അരി എടുപ്പത്തിട്ട് അതാവൂല. അപ്പൊ പിന്നെ ഏറും മോന്തെ എത്തു പറഞ്ഞ പോലെ ഉണ്ണിയോൾക്ക് ബിരിയാണി കഴിക്കാനുള്ള പൂതി, പിന്നെ ഒന്ന് ഉച്ചാമ്പത്തേക്ക് വേറൊന്നും കഴിക്കാനില്ലാത്ത ആദ്യം എല്ലാം കൂടെ ചേർന്ന് ഇന്ന് നമ്മള് ബിരിയാണിയിലേക്കാണ് എത്തിച്ചേർന്ന് കേട്ടോ. 1-1.5 മണിക്ക് കഴിക്കല് കഴിഞ്ഞു. പിന്നെ കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ അങ്ങനെ കയറി എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയാണ് കേട്ടോ. ഒരു ഡ്രസ്സ് മാറ്റാൻ നേരം കിട്ടിയില്ല. പിന്നെ 6 മണിക്കാ പുറത്തിറങ്ങി. ഞാനുണ്ടല്ലോ സെറ്റ് മുണ്ട് എടുത്തിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷോർട്സ് വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഒരാൾ കമന്റ് ചെയ്തു, നിങ്ങൾ വീട്ടിലൊക്കെ സെറ്റ് മുണ്ടാണോ എടുക്കുക, നിങ്ങളൊക്കെ പാരാന്നുള്ള രീതിക്ക്. ഞാൻ പറയട്ടെ, കുറച്ച് മുഷിങ്ങി കഴിഞ്ഞാല് സെറ്റ് മുണ്ടായാലും സാരി ആയാലും നമ്മൾ അത്രയും അധികം സൂക്ഷിച്ചെടുത്തേക്കൊന്നും വേണ്ടാലോ. കാരണം അത് കുറെ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന തുണി ആവുമില്ല. പിന്നെ ഇപ്പൊ എവിടേക്കപ്പത്തൊക്കെ പാടെ എടുത്തേച്ച് കൂട്ടുന്നത്, അങ്ങോട്ട് എടുക്കുക തന്നെ. പിന്നെ ചളിയാവുകയും അഴുക്കാവുകയും ചെയ്യുന്ന അവസരങ്ങൾ പാത്രം കഴുകുക, തിരുമ്പ അങ്ങനെയൊക്കെയല്ലേ. ആ സമയത്ത് പിന്നെ നമ്മള് മാക്സ് ചെയ്തേലും കയറ്റിയിട്ടാണ് പണികളൊക്കെ എടുക്കുക. ഉച്ചാമ്പന്ന് സുഭിക്ഷായിരുന്നു ഭക്ഷണം. അപ്പൊ വൈകുന്നേരം കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മള് ചെറുപയർ കഞ്ഞിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ചെറുപയറും അരിയും കൂടെ ഇതാ അടുപ്പത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മള് നേരെ ആത്ത് കയറിയിട്ട് എന്താ ചെയ്തറിയോ, ഒരു ലൈവാണ് പോയി ഒരു ശേഖര സമയം കിട്ടിക്കഴിഞ്ഞാല് അത് വേസ്റ്റ് ആക്കാണ്ടിരിക്കുക. നമ്മളെപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കുക, അതാണല്ലോ നല്ലത് അല്ലേ. അപ്പൊ നമ്മള് യൂട്യൂബിൽ ഒരു 1 hour ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം കണ്ടവർക്ക് അറിയുണ്ടാവും. ഭയങ്കര ചളി ലൈവായിരുന്നു, പൊട്ട ലൈവായിരുന്നു. എന്നാലും ഉണ്ടല്ലോ ഇത്തവണത്തെ ലൈവില് ഒത്തിരി പേര് എൻഗേജ്ഡ് ആയിരുന്നു. നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് കിട്ടി. ഒരുപാട് പേർക്ക് നമ്മളെ ഇഷ്ടാന്നൊക്കെ അറിഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കര ജാടക്കാരിയാണ്. പിന്നെ എന്റെ ഈ വർത്താനൊക്കെ കേട്ട് കഴിഞ്ഞ് കൊഞ്ചലൊക്കെ പാടെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇന്ന ആൾക്കാർക്ക് കണ്ടുകൂടാതെവുമല്ലോ. അപ്പൊ ലൈവ് കണ്ടപ്പോ എന്തോ അങ്ങനെ തോന്നിയവർക്കും കൂടി നമ്മളോടൊരു ഇഷ്ടമൊക്കെ തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒത്തിരി ഹാപ്പി ആയി. അപ്പൊ ഇനി ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ ലൈവ് ഒക്കെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നിങ്ങൾ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്തിടൂ. അപ്പൊ നമ്മൾ ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ അങ്ങനെ കൂടെ ചേർത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കഞ്ഞി അവിടെ അങ്ങനെ അടുപ്പത്ത് കിടന്ന് വേവുന്നുണ്ട്. വേവുള്ള അരിയാണ്. തീ നല്ലോണം കത്തിയാൽ മതി. നമ്മൾ കൂടെ നിൽക്കൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് വിറക് നീക്കിയാൽ മതി. ഇടയിൽ എന്റെ സ്വാമിക്ക് ദീപം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ദീപം കാട്ടിലെല്ലാം കഴിഞ്ഞിട്ടാണ് ലൈവില് കയറിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് ആദ്യം ഇവിടെ ഇല്ല, അവൻ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. അവനൊരു 6 മണി 6:15 ആകുമ്പോ പോയാൽ പിന്നെ ഒരു 8-8:30 തിരിച്ചു വരുള്ളൂ. ഏട്ടൻ ഈ സമയത്ത് ഇവിടെ ഉണ്ട് കേട്ടോ. വളക്കൊളുത്തി കാട്ടുമ്പോ ടൗണിക്ക് പോവാൻ വേണ്ടി ഇങ്ങനെ നിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഏട്ടാ ഞാൻ ലൈവ് തുടങ്ങുകയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുഖം കാട്ടിയിട്ട് പൊക്കോളി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിക്കൂല ഞാൻ ടൗണിൽ പോയി എന്റെ ലൈവ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മൂപ്പരാ സ്പോട്ടിൽ തന്നെ ഇവിടുന്ന് ഇറങ്ങി മണ്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ കണ്ണിന്റെ മേല് കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. കണ്ണന് കൂട് മേടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാനൊരു പട്ടിന്റെ തുണിയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ച് മെനയാക്കി വെച്ചാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ സ്വാമിക്ക് കുഞ്ഞോ ഒരു കൂട് മേടിക്കും ഈ കോലായത്ത് വെക്കാനായിട്ട്. അതാകുമ്പോ വല്ലാണ്ട് പൊടിയും പൂഴിയും ഒന്നും ആവൂലല്ലോ. എന്നുവെച്ചാൽ നമ്മൾ ഈ അടിച്ചോരയും പേനിടുകയൊക്കെ ചെയ്യുമ്പോ പൊടി പാറിയിട്ട് വിഗ്രഹത്തിൽ പറ്റിയിരിക്കും. പക്ഷെ ഒരു നല്ല തുണി എടുത്ത് നന്നായി തുടച്ചാൽ അത് മേനയാവും. എന്റെ അടുത്തുള്ള ഈ വിഗ്രഹം ഉണ്ടല്ലോ ദിവ്യപ്രഭാകൃഷ്ണനാണ്. ഒരുപാട് വേറെ വിഗ്രഹങ്ങളുണ്ട്, എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ അതിന്റെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഈ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു അമ്പലത്തിൽ പോയപ്പോ, എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്ന് വന്നതാണ് ഈ ഗുരുവായൂരപ്പൻ്റെ പഞ്ചലോഹത്തിൽ വരുന്ന ലോക്കറ്റ് എന്നുള്ളത്. ഇതിൻ്റെ നല്ല ചുവന്ന കളറുള്ളത് കൊണ്ട് കരിനീലൊക്കെ ഉണ്ട്.
അപ്പോൾ എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൻ്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ വേറെ കളറുകൾ, അതുപോലെ ഇതുപോലത്തെ ലോക്കറ്റ് ചെറിയ സൈസുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. വലിയൊരു റേറ്റൊന്നുമല്ല, നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്, റെഗുലറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പറും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്താലും ഇതുപോലുള്ള കുറേ പ്രൊഡക്ട്സുകൾ കിട്ടും കേട്ടോ. വിഗ്രഹങ്ങളും ലോക്കറ്റുകളും ചന്ദനത്തിരി കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഷോർട്സൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർ അങ്ങനെ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്തോളും എന്നാണ് പറയണത്. ഞാൻ ഇതിൻ്റെ ഒരു കുഞ്ഞ് ലോക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. ഇത് ചേച്ചിക്ക് കൊടുക്കണിച്ചിട്ടാണ്. എൻ്റെ മാല കുഞ്ഞതല്ലേ, അപ്പോൾ ഇതിലേക്കും കുറച്ചും കൂടി ഒരു കുഞ്ഞ് ലോക്കറ്റ് ആയിരിക്കും നല്ലത്. ചേച്ചിയുടെ മാല നല്ല വലുതാണ്, അപ്പോൾ അവൾക്ക് ഇതും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ഈ പച്ചക്കളർ നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളെ പാലക്ക ലോക്കറ്റൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ സെറ്റ് സാരിക്കൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ഇത് ഇടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. നമുക്കൊരു ധൈര്യമാണല്ലോ, ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിന് ചാരി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനും എൻ്റെ അച്ഛസും കൂടി ഒരു ലൈവൊക്കെ പോട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ലൈവൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ലേ. ഫ്രിഡ്ജിലേ മത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അച്ചൂസ് അത് വറുത്ത് തരാൻ പറഞ്ഞാണ്. അവന് പൊതുവേ കഞ്ഞി, പ്രത്യേകിച്ച് ചെറുപയർ കഞ്ഞിയൊന്നും ഇഷ്ടമില്ല. പിന്നെ മീന് വറക്കുവാണെങ്കിൽ ഓക്കെ സെറ്റ് കുടിക്കാന്നൊക്കെ പറഞ്ഞതാട്ടോ. ഏട്ടന്റെ ഒരു ബിരിയാണി ഇറച്ചി കഷ്ണം ബാക്കി വെച്ചു. അപ്പൊ അത് കണ്ടപ്പോ പിന്നെ ഞാൻ അത് കൂട്ടിയിട്ട് കഴിച്ചോളാം അമ്മയായിരുന്നു. പിന്നെ ഇക്കും രമേശേട്ടനും ആദിക്കൊക്കെ ഈ ഒരു ചെറുപയർ കഞ്ഞിക്ക് വെറും പപ്പടോ ഇപ്പൊ ഇതൊന്നുമില്ല, വെറും ഇതെങ്ങനെ ഉപ്പിട്ടാലും മതി, നല്ല ഇഷ്ടമാണ്. ചെറുപയർ കഞ്ഞി ഉണ്ടല്ലോ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന റൈറ്റ് ആണ് കേട്ടോ. ഇതിപ്പോ കുക്കറിലാണെങ്കിലും എളുപ്പമാണ്. അരിയും ചെറുപയറും കൂടെ കഴുകി ഒന്നിച്ചൊരു 2-3 വിസിൽ വെക്കുമ്പോഴത്തേക്കും അത് വെന്തോളും. വേവില്ലാത്ത അരി, വേവുള്ള അരി ആകുമ്പോ അരി വേവാൻ പാടാ. ചെറുപയറാണെങ്കിൽ പിന്നെ വേവും. പക്ഷെ ഉണ്ടല്ലോ അടുപ്പത്തത് വേവിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വേവുള്ള അരിയാണ്, അതും ആ ചെറുപയറും കൂടെ ഇങ്ങോട്ട് ഒരുപോലെ വെന്ത് കഞ്ഞിവെള്ളത്തിൽ ഇങ്ങോട്ട് പറ്റി പിടിച്ചിട്ടു. നല്ല കൊഴുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാവപ്പെട്ടവൻ കഞ്ഞി കുടിച്ച അത് ദാരിദ്ര്യമാ. പണക്കാരനോ? പണക്കാരൻ കഞ്ഞി കുടിച്ച നൊസ്റ്റാൾജി. നമ്മള് കഞ്ഞി കുടിച്ചാ അയ്യോ ഒരു കാര്യമില്ലായിട്ടാന്ന് പറയൂലേ മനുഷ്യന്മാര്. നമ്മള് വെച്ചല്ലേടാ, നമ്മള് നൊസ്റ്റാൾജി നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അല്ലേ. ഇതിന്റെ ആദ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ തഗ് അടിക്കണ തഗ് ഒരു 1.5 പോരും ചെയ്യും കേട്ടോ. അപ്പം പറയാണ് പൈസക്കാരൊക്കെ ഇത് ഇങ്ങനെ കഞ്ഞി കാണുമ്പോഴും അതുപോലെ ഈ പഴം കഞ്ഞി കാണുമ്പോഴൊക്കെ ഒരു നൊസ്റ്റാൾജി പോലെയാണല്ലോ, കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാം. പൈസക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല റിച്ച് ലൈഫിലൊക്കെ ഉള്ളവര്, ലക്ഷറി ലൈഫിലൊക്കെ ഉള്ളവര്. അപ്പൊ ഇവിടെ പോലുള്ള കുറച്ച് സാധാരണ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണയൊക്കെ സാധനങ്ങളാണല്ലോ, ഈ കഞ്ഞി അതുപോലെ വെള്ളച്ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അതിനാവും വെറുതെ തമാശ പറഞ്ഞാണ്. പച്ചത്ത് നോക്കി ഉച്ചാകുമ്പോ ഏട്ടൻ ബാക്കി വെച്ച ഇറച്ചി ഉണ്ടാകുന്നില്ലേ, അത് കൂട്ടിയിട്ട് ആ ചെറുപയർ കഞ്ഞി കുടിച്ചിരിക്കുന്നുണ്ട്. അത് ഉണ്ടാവുകൊണ്ട് അവനത് കുടിക്കാനൊന്ന് തയ്യാറായി എന്ന് വേണം പറയാ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ബൈ.